മോട്ടറോളയുടെ മോട്ടോ G54 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലും ഇതേ പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലെ വെർഷനും ഇന്ത്യൻ മാർക്കറ്റിലെ വെർഷനും സെയിം അല്ല, സ്പെസിഫിക്കേഷനിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G54 5G എന്ന ഫോണിൻ്റെ ചൈനീസ് വെർഷനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഫോൺ വരുന്നത് 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ വെർഷനിലും ഏകദേശം ഇതേ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും വരിക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 179.7 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.04 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലൂ കളർ വേരിയൻറ്റും ഗ്രീൻ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ മെജന്ത കളർ വേരിയൻറ്റും ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 7020 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വെർഷനിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയായിരിക്കും വരിക. മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള mediatek dimensity 930 എന്ന പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള MIUX സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OS എന്ന ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 2 MP ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വെർഷനിൽ നമുക്ക് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ലഭിച്ചേക്കാം. ഇന്ത്യൻ വെർഷനിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ചൈനീസ് വെർഷനിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ല എന്ന് പറയാം. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യൻ വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഇന്ത്യൻ വെർഷനിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയ 6000 mAh ബാറ്ററി വരും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഇന്ത്യൻ വെർഷനിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1099 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇനി ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് മോട്ടോ G54 5G എന്ന പേരിൽ തന്നെ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൽ ഈ ഫീച്ചേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും ആ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇന്ത്യയിലെ വില 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും മോട്ടോ G54 5G എന്ന ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.